ഹേ ഗായ്സ്, അപ്പം എല്ലാവർക്കും കൊറോണ സ്കീമിലേക്ക് ഒരു ദിവസമാണ് ഗൈസ്. അപ്പം മച്ചാമാരെ അപ്പം ഇന്ന് നമ്മൾ വിളിക്കാൻ പോണത് ഗ്രാനി ചാർജർ ടു വാട്ടർ സ്കേപ്പാണ് വിത്ത് അപ്പൂപ്പൻ എൻ്റെ അമ്മൂമ്മ. അപ്പം കുറച്ച് ടഫാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം മൺഡേ തന്നെ എസ്കേപ്പ് ആവുന്നതാണ്. നമുക്ക് നേരെ കിടക്കാം. അപ്പം ഈസി മോഡാണ് ഗൈസ്. അപ്പം ഹാർഡ് മോഡ് വേണ്ടവരൊന്ന് മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നേരെ വീഡിയോ കിടക്കാം. ഗൈസ്, ഈ പണ്ടാല ആട് റോഡാണ് ഗൈസ്. അപ്പോൾ ആട് കഴിഞ്ഞിട്ട് ഗൈസ് അങ്ങനെ ഡേ 1 ആണ്. അപ്പം നമ്മൾ ഒരു പാരമ്പര്യമുള്ള സ്ഥലത്തൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പം ഭയങ്കര ലാഗാണ് ഗൈസ്. ലാഗ് ഇഷ്യൂ. അപ്പം നമുക്കൊന്ന് ലെഫ്റ്റ് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ വായിൽ വന്നു ഗൈസ്. അപ്പം അമ്മമ്മ എവിടെയൊക്കെ കൊത്തി തുറക്കണ സൗണ്ടൊക്കെ നമ്മൾ ചെവിക്കൊക്കെ ഗൈസ്. അപ്പം ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്താണുള്ളത്? മുകളിൽ അപ്പൂപ്പൻ എന്തായാലും കാണുമെന്നാണ് തോന്നുന്നത്. അപ്പൂപ്പൻ അതാ നടന്നു പറഞ്ഞു ഗൈസ്. അപ്പം നമുക്കൊന്നും വിഷയമുള്ള കാര്യമില്ല. അപ്പൂപ്പൻ വന്നാലും അപ്പൂപ്പൻ വന്നാലും നമുക്കൊരു വിഷയമുള്ളൊരു കാര്യമില്ല ഗൈസ്. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ. അതാ നമ്മൾ അപ്പൂപ്പൻ്റെ അടുത്ത് ഒട്ടിച്ച് താവോട്ട് പോകണമല്ലോ ഗൈസ്. ഇജാതി ലാഗെന്ന് പറഞ്ഞാൽ ഇജാതി ലാഗ്. ഈ ഫോണിൽ വേറെ ലാഗിൽ അപ്പൂപ്പനെ കുനിഞ്ഞുവരാനൊന്നും പറ്റത്തില്ല. എനിക്ക് നടുവേദന എടുക്കും ഗൈസ്. ഗൈസ്, അപ്പൂപ്പനൊക്കെ പോയിട്ട് ഇനി അടുത്ത വർഷം കാണാം ഗൈസ്. ഗൈസ്, എൻ്റെ പൊന്നമനെ അപ്പൂപ്പനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇജ്ജ് നമ്മളവിടെ കുനിഞ്ഞിരിനെ കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. ഗൈസ്, ലാഗാണ് ഗൈസ്. ലാഗ് ഇജ്ജതി ലാഗാണ് ഗൈസ്. ഇതിൻ്റെ മോനെ വേറെ ലാഗില്ല. അപ്പം നമ്മൾ അങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങാം. ഇനി അമ്മരൊക്കെ പീഡനുണ്ടാന്ന് അറിയത്തില്ല. പറഞ്ഞ് നാവിടത്തില്ല ഗൈസ്. 100 വയസ്സ് എൻ്റെ പൊന്നമനെ ഗൈസ്. ഇനി അടുത്ത വർഷം കഴിഞ്ഞിട്ട് കാണാം. 12 midnight. അമ്മമാരൊക്കെ പീഡനമൊന്നും ഉണ്ടായിട്ടില്ല ഗൈസ്. അപ്പം നമ്മൾ നൈസായിട്ട് എസ്കേപ്പ് ആയി ഗൈസ്. അപ്പം ഇവിടെ എന്താണ് ഗൈസ്? അപ്പോൾ ബോട്ട്ക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഐറ്റം ബോട്ട്ക്കിനെ നമ്മൾ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബോട്ട്ക്കിന് മെയിനാണ്. നമ്മൾ എന്തൊക്കെ വലിയ ബോട്ട്ക്കി വേണം ഗൈസ്. ഓക്കെ, അതാ ഗൈസ് പറഞ്ഞ നാവിടത്തില്ല. അതിനു മുമ്പേ ഈ തള്ളേരൊരു കാര്യങ്ങളെ ഗൈസ്. തള്ള വന്നു ഗൈസ്. തള്ള വന്നാലും നമുക്കൊരു സീനില്ല ഗൈസ്. ഓക്കെ, ഈ വാതിലൊക്കെ ഒന്ന് തുറക്കാം. ഇതും തുറക്കാം. ഹെലികോപ്റ്റർ കീ എന്നാ പിടി. ഒന്ന് പോടോ, തന്നെ കുറെ കണ്ടിട്ട്. സ്വാമി ശരണമയ്യപ്പ ഗൈസ്. അപ്പം നമ്മൾ തള്ളേര് പീഡനം സഹിച്ച് നമ്മൾ ട്രാപ്പിൽ പിടുത്തി. നമ്മൾ കണ്ടില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ട്രാപ്പിൽ നമ്മൾ വീണു. നമുക്ക് തലക്കടി കിട്ടി. നമ്മൾ ഡേ 2 ആണ്. അമ്മൂമ്മ വിത്ത് അപ്പൂപ്പൻ പീഡന കേസ്. ഓക്കെ കേസ്, നമ്മൾ നൈസായിട്ട് നമ്മൾ എന്തായാലും ചാകത്തില്ല, ഉറപ്പാണ്. നമ്മൾ എന്തായാലും നമ്മൾ ബോട്ട് എസ്കേപ്പ് ചെയ്തിരിക്കും ഗൈസ്, ഉറപ്പാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് മോഡോട്ടൊക്കെ നോക്കാം. ഓക്കെ, ബോട്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഡ്രോവറൊക്കെ ഒന്ന് നോക്കാം ഗൈസ്. ഇവിടെ ഒന്നും ഒരു പുള്ളിയല്ലേ വലിച്ച് ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ചതിച്ചു. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ തുറന്നു നോക്കിയാണ്. എന്തായാലും തുറന്നു ഇവിടെ ഒന്നുമില്ല. ഇവിടെ സാധാരണ ഡോറിൻ്റെ ലോക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇവിടെയൊക്കെ വെപ്പൺ മറ്റേ സാധനവും അങ്ങനത്തെ കുറച്ച് ചോക്ലേറ്റ് ഐറ്റംസാണ്. അപ്പം ഗൈസ് അപ്പൂപ്പൻ പോയിട്ട് അമ്മമ്മ മുകളിലോട്ട് പോയി ഗൈസ്. അപ്പം നമ്മൾ നൈസായിട്ട് ഇവിടെയൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അമ്മമ്മേരെ ശബ്ദം പറത്തി വിടാം ഗൈസ്. ഓക്കെ, അതാണ് നമ്മളൊരു ലക്ഷ്യം. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എന്താണ് ഇവിടെ ഹെലികോപ്റ്റർ മാനുവലാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഗൈസ്. ഇവിടെ ഫ്രഞ്ച് നമുക്ക് ആവശ്യമുണ്ട്. അതൊരു നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഗൈസ്. ഓക്കെ, ഫ്രഞ്ച് എന്ന് പറയുന്നത് വേണ്ട ഒരു അത്യാവശ്യപ്പെട്ടൊരു വിലപ്പെട്ടൊരു ഗുള്ളമ്പലി സാധനമാണ്. ഇനി ഇവിടെ പെഡിലൊക്കെയാണ് ഗൈസ്. അപ്പോൾ പെഡിലൊക്കെ രണ്ടാമത്തെ സാധനം കിട്ടിയിട്ട് തന്നെ അപ്പൂപ്പൻ ഇതാ വരുന്നു ഗൈസ്. അമ്പടി ജിഞ്ചുണ്ടാക്കടി. ഇന്ന് വരണ്ട ഗൈസ്. നാളെ പിടിക്കാം. അല്ല അടുത്ത ദിവസം പിടിക്കാം. വേണ്ട ഗൈസ്. ഇനി അപ്പൂപ്പൻ്റെ വക 1 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇരുന്ന് പുറത്തിറങ്ങാൻ. അപ്പം അത് ആ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പോയി. അപ്പൂപ്പൻ്റെ വക നമ്മൾ പോക്സൊക്കെ സഹിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ വീണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. നൈസായിട്ട് നമ്മൾ എസ്കേപ്പ് ആവുന്നതാണ് സുഹൃത്തുക്കളെ. നമ്മൾ ചാടിയോടുകയാണ് സുഹൃത്തുക്കളെ. അപ്പൂപ്പനാണെങ്കിൽ ഒടുക്കത്തെ ചേസിങ്. നമ്മൾ അതിവിദഗ്ധമായി നമ്മൾ എസ്കേപ്പ് ആവും സുഹൃത്തുക്കളെ. താഴെ പോയി സാമാനം കൊടുക്കാം. അപ്പം മൂലത്തുള്ള സിവറിൽ ചെറിയ വെള്ളം തീട്ടോട്ടിലൊക്കെ അങ്ങ് ഇതാവും.
പോകും ഗൈസ്. അപ്പം എന്നിട്ട് നമുക്ക് ആ വൃത്തിയിട്ട ജീവിനെ, ആ ജട്ടിയിട്ടുണ്ടിരിക്കുന്ന ആ വൃത്തിയിട്ട ജീവിനെ നമ്മൾ നൈസായിട്ട് അങ്ങ് തട്ടുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഗ്രാനിക്കും ദാ വരുന്നു പൊളന്നുകൊണ്ട്. ഇതൊക്കെ നമുക്ക് തട്ടി വിട്ടിട്ട് നമ്മൾ ഗ്രാനിയുടെ സൗണ്ട് അങ്ങ് പുറത്ത് വിടാം. ഓക്കെ, നമ്മൾ മുകളിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. സ്റ്റൺ ഗണ്ണ് കിട്ടിയ തള്ളേനെ അപ്പൂപ്പൻ്റെ മൂല ഒരുമിച്ച് കെട്ടി വെച്ച് ഞാൻ സ്റ്റിച്ചിട്ട് വയ്ക്കും ഗൈസ്. സ്റ്റൺ ഗണ്ണ് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. ഓക്കെ, പെഡിലോക്കി കിട്ടിയിട്ടുണ്ട്. പെഡിലോക്കിക്ക് അന്ന് മാറ്റമില്ല ഗൈസ്. ഇവിടെ ക്രോബാറാണുള്ളത്. ക്രോബാർ എന്നൊക്കെ അത്യാവശ്യപ്പെട്ട വിലപ്പെട്ടുള്ള സാധനമാണ് ഗൈസ്. ഇവിടെയൊക്കെ ഗ്ലാസ് ഫീസാണ് ഗ്ലാസ് അത് ഹെലികോപ്റ്റർ എസ്കേപ്പിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമില്ല ഗൈസ്. നമുക്ക് സെക്യൂരിറ്റി എൻ്റെ മോനെ ഇവിടെ ട്രാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് തള്ള. നമുക്ക് അതിൽ നിന്നൊക്കെ നമ്മൾ അതിവിദഗ്ധമായി എസ്കേപ്പ് ആവുന്ന സുഹൃത്തുക്കളെ. അപ്പം തള്ള എവിടെ നിന്നാണ് വരാൻ പറ്റുന്ന അറിയത്തില്ല. അപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പാപ്പൻ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ഗൈസ്. അപ്പം നമ്മളൊന്ന് ചാടി ഓടി ഗൈസ്. ഓക്കെ, ബാത്റൂമിൻ്റെ ആ സാധനം അപ്പാപ്പനല്ല അമ്മൂമ്മ. രണ്ടിടത്തുനിന്ന് ബ്രീഡന ഗൈസ്. നമ്മളെന്നാ അങ്ങനെ നമ്മൾ വെട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മൾ താഴോട്ട് പോയി മറ്റേ ലിവറിൻ്റെ ആ സാമാനം അങ്ങ് വലിച്ച് തുറക്കാം. മറ്റേ ഗേറ്റോട് സാധനം അങ്ങ് തുറന്നു വരും. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓയിലിനും വേണം, സ്പാർക്ക് പ്ലഗും വേണം, ഹാൻഡ് ബീനും വേണം. ഇത്രയും സാധനങ്ങൾ കിട്ടിയാൽ നമ്മൾ എസ്കേപ്പ് ആവും സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മളിവിടെ നമ്മൾ പെഡലോക്കി കളിച്ചിട്ട് മുകളിലോട്ട് പോയിട്ട് നൈസായിട്ട് ക്രോബാർ എന്താ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ശബ്ദം പുറത്ത് വിടാം ഗീസ്. ഓക്കെ, അമ്മൂമ്മേരിപ്പോൾ അപ്പൂപ്പനും ബാക്കും ഉണ്ട് ഗീസ്. അമ്മൂമ്മേനെ തൊട്ടാൽ അപ്പൂപ്പൻ ഇറങ്ങുന്നതാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെയൊക്കെ വെറും പൊള്ളിയുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ട് എന്നാലും നോക്കുമ്പോൾ ഒരു സുഖം ഗൈസ്. ഈ സ്റ്റൺ ഗണ്ണ് ഇവിടെ മീറ്റാണ്. സ്റ്റൺ ഗണ്ണ് വല്ലതും കിട്ടിയ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേരെ കാര്യത്തിൽ തീരുമാനമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗാണ്. അതിനി പറയണ്ട ഗൈസ്. ഇനി നമ്മൾ ക്രോബാറിൽ തന്നെ നമ്മൾ നൈസായിട്ട് ഇപ്പം മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ പെട്ടി ഒരു സാധനമുണ്ട്, അത് നമുക്ക് നൈസായിട്ട് പൊളിച്ചിടാം. എന്നിട്ട് അതിൻ്റെ അകത്ത് കട്ടിംഗ് ബ്ലേഡ്സ് കിട്ടും ഗീസ്. കട്ടിംഗ് ബ്ലേഡ്സ് വെച്ച് നമ്മൾ സെക്യൂരിറ്റിക്ക് സ്റ്റൺ ഗണ്ണ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഗീസ്. എൻ്റെ മോനെ ഗീസ്, അങ്ങനെ ഫൈനലി നമുക്ക് സ്റ്റൺ ഗണ്ണ് കിട്ടി. പറഞ്ഞ നാവെടുത്തില്ല 100 ആയുസ് ഗീസ്. അപ്പോൾ സ്റ്റൺ ഗണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. അതിനകത്ത് അപ്പൂപ്പനെ അമ്മൂമ്മേനെ ഇവിടെ വന്ന് പറഞ്ഞ നാവെടുത്തില്ല 100 ആയുസ്. ഇന്നാ പിടിച്ചോ ഈ അമ്മമ്മ കിടന്ന് പറച്ച് ഇന്ന് പോടി പ്ലാപ്പറമ്പിൽ കഴിവേറി മോളെ. എന്നിടത്താണോടെ കളി. ഇനി അപ്പൂപ്പൻ വന്ന അപ്പൂപ്പൻ്റെ കുണ്ടിയെ ഞാൻ കീറും. അപ്പൂപ്പ ഇന്നാ പിടിച്ചോ മുട്ടെ. സെക്യൂരിറ്റി തന്നിരുന്നെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരുന്നു. അപ്പൂപ്പൻ കുളഞ്ഞ് വീണു ഗീസ്. ഓക്കെ, സെക്യൂരിറ്റി ഇങ്ങോട്ട് താടോ. എന്നിട്ട് നമ്മൾ നൈസായിട്ട് മുകളിലോട്ട് പോകുന്നു. ഇവിടെ ഡോർ ഹാൻഡിൽ ഇവിടെ ഒരു തേങ്ങയില്ല. നമ്മൾ നൈസായിട്ട് മുകളിലോട്ട് പോവുക. സ്റ്റൺ ഗണ്ണ് എടുത്തുകൊണ്ട് വരും. ഇവിടെ ഹാൻഡ് വീലാണ് ഗൈസ്. അത് വേണ്ട, അത് നമുക്ക് ഡോർ എസ്കേപ്പിനുള്ളതാണ്. അപ്പം അതൊന്നും ആവശ്യമില്ല ഗൈസ്. ഇവിടെ വെപ്പങ്കിയാണ്, അത് നമുക്ക് ആവശ്യമില്ല. അങ്ങോട്ടിട്ട് കളയടോ. ഇനി നമുക്ക് നൈസായിട്ട് സ്റ്റൺ ഗണ്ണ് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ആ സ്വിച്ച് ഉണ്ടല്ലോ കറക്റ്റ് നോക്കി ഉന്നം വെച്ച് നമുക്ക് ഇടാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ സുനാപ്പി വെച്ച് അങ്ങ് കുത്തിറക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇതിൻ്റെ അകത്തൊരു അസ്ഥി മാറ്റാൻ കിടപ്പുണ്ട്. അവനെയൊക്കെ അങ്ങ് എടുത്ത് കളയാം. എന്നിട്ട് നമുക്ക് ഈ ഹാൻഡ് വീൽ അങ്ങോട്ട് വേണം. ഹാൻഡ് വീല് സ്റ്റിയറിംഗ് വീലാണ് സുഹൃത്തുക്കളെ. നമുക്ക് താഴോട്ട് ചാടാം. എന്നിട്ട് ഈ സാമാനം എടുത്ത് ഇങ്ങോട്ട് ഇടാം ഗൈസ്. ഓക്കെ ഇങ്ങോട്ട് ഇടാം. എന്നിട്ട് സ്റ്റൺ ഗണ്ണ് എടുക്കാം. എന്നിട്ട് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയെ തട്ടാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ആ സ്റ്റൺ ഗണ്ണിൻ്റെ സാധനം അവിടെ വന്നു. ഇങ്ങോട്ട് എടുക്കടോ. എന്നിട്ട് അപ്പൂപ്പൻ്റെ അമ്മൂമ്മ അങ്ങോട്ട് നൈസായിട്ട് അങ്ങ് തട്ടാം ഗൈസ്. ഓക്കെ, എന്നിട്ട് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയെ തട്ടിന് ശേഷം നമ്മൾ നൈസായിട്ട് എൻജോയ് ചെയ്ത് ജോലിയിട്ട് ജീവിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, എന്തിനാ ഈ അപ്പൂമ്മ എങ്ങനെ ചെയ്യുന്നേ, നമ്മളെ കിഡ്നാപ്പ് ചെയ്യുന്നത്? തനിക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെടോ, വെറുതെ തട്ടിക്കൊണ്ട് വന്ന്. അപ്പൂപ്പനെ കാണാനില്ല. അപ്പൂപ്പനെ കണ്ടിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. തലയ്ക്ക് ഓട്ടയിട്ട് കളിയായിരുന്നു. ഈ റേഡിയൊക്കെ ഒന്ന് ഇതൊക്കെ ഓണാക്കാം.
അപ്പം പാട്ടിൻ്റെ സൗണ്ടായിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത 100%, 100% ഷുയറാണ് ഗൈസ്, ഷുയർ. അപ്പൂപ്പനെ കാണാനില്ല ഗൈസ്. അപ്പൂപ്പൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അതിനപ്പോൾ അപ്പൂപ്പനൊന്നും വരില്ല. ആ തീട്ട 8 കാലിനെ അങ്ങ് കൊല്ലാം. എന്നാ പിടിച്ചോ ജട്ടി ആശാനി. അത് ആ മറ്റേ ആ തീട്ടമ്പോഴത്തെ ആ ജട്ടിട്ടിരിക്കുന്ന സാധനത്തിന് അങ്ങ് കൊല്ലാൻ കഴിയും. അപ്പോൾ അപ്പൂപ്പ എന്തായാലും വരും, എന്തായാലും വെച്ച് കണ്ണൊക്കെ ചോപ്പിച്ച് ഇങ്ങോട്ട് വരും കഴിയും. പേരക്കുട്ടിയെ തട്ടിയെന്ന് പറഞ്ഞാൽ എടുക്കണോ പെട്ടെന്ന് അങ്ങോട്ട്. പേരക്കുട്ടിയെ തട്ടിയെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ കണ്ണൊക്കെ ചോപ്പിച്ച് വരും കേസ്. പക്ഷേ വരാൻ 1 വർഷം കഴിയും, കാരണം മുട്ടുവേദനയാണ് കേസ്. അതങ്ങനെ നമ്മൾ അപ്പൂപ്പനെ അങ്ങ് നൈസായിട്ട് അങ്ങ് പിടിച്ച് ഇഞ്ചിണ്ടാക്കിയിട്ട് അങ്ങ് കൊത്തി ഇതാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ സേഫ് കീ ഇരിപ്പുണ്ട്. സേഫ് കീ നമ്മൾ എന്തായാലും ഗ്യാസ് ഓയിലും കിട്ടാൻ പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഗ്യാസ് ഓയിലും വെച്ച് നമ്മളൊരു പൊളി പൊളിക്കും കേസ്. അപ്പോൾ ഗ്യാസ് ഓയിലും വെച്ച് നമ്മൾ താഴെ കൊണ്ടുപോയി ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം അവിടെ ഇതുണ്ടല്ലോ, നമുക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബോട്ട്ക്കി വെച്ച് സ്പാർക്ക് പ്ലഗും വെച്ച് എസ്കേപ്പ് ആകാം ഗൈസ്. ഓക്കെ നമുക്ക് ഒഴിക്കാം ഗൈസ്. ഓക്കെ ഒഴിച്ചിട്ട് കാണാം, ബൈ. ഇതങ്ങനെ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒഴിച്ച് നമ്മൾ ഈ ഗ്യാസ് ഓയിലിന് വേണ്ട ഗൈസ്. എടുത്ത് അപ്പുറത്ത് ദൂരെ വേസ്റ്റ് ചവിട്ടുകൂട്ടയിലോ വാഴത്തോപ്പിലോ എടുത്ത് കളയടോ. ഇനി ഗ്യാസ് ഓയിൽ നമുക്ക് ആവശ്യമില്ല ഗൈസ്. ഓക്കെ നമുക്കിനി ഗ്യാസ് ഓയിലിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ശബ്ദം പറത്തി വിടാം. ഗ്രാനിയും അപ്പാപ്പന് തുള്ളി വരും. അപ്പം തുള്ളി വരുമ്പം നമ്മൾ ചന്തിക്കിട്ടൊരു തോളം കൊടുക്കും. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഈ പിയാനോ വെച്ച് ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഗൈസ്. ഈ ചെയറൊക്കെ തട്ടിയിട്ടുണ്ട്. ഈ അമ്മമ്മേനെ അങ്ങ് കൊല്ലാം. എന്നിട്ട് അപ്പാപ്പനെ കൂടെ കൊന്നാൽ അപ്പാപ്പനെ നമ്മൾ നേരത്തെ കൊന്നതാണ്. അപ്പം വലിയ സീനൊന്നും ഇല്ല. ക്രോബാർ ഇങ്ങോട്ട് എടുക്കുക, താഴെ പോവുക, കൊതി തുറക്കുക, സ്പാർക്ക് പ്ലഗ് ഇടുക, പോവുക, ഹാൻഡ് വീൽ ഇടുക, എസ്കേപ്പ് ആവുക. ഓക്കെ അത്രയേ ഉള്ളൂ, അതൊക്കെ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് താഴെ പോയി ക്രോബാർ വെച്ച് കുത്തി തുറക്കാം ഗൈസ്. ഓക്കെ ഫൈനലി നമ്മൾ സ്പാർക്ക് പ്ലഗ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് താഴോട്ട് പോയിട്ട് സ്പാർക്ക് പ്ലഗ് ഫിറ്റ് ചെയ്യാം ഗൈസ്. ഫിറ്റ് ഓക്കെ ഗൈസ്. ഇനി നമുക്ക് ഹാൻഡ് വീൽ എടുത്തുകൊണ്ട് വരാം. ഹാൻഡ് വീൽ എടുത്തതിന് ശേഷം നമുക്ക് എസ്കേപ്പ് ആവുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹാൻഡ് വീൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റിയറിംഗ് വീൽ കൊണ്ട് താഴെ വയ്ക്കാം. ഹാൻഡ് വീൽ സ്റ്റിയറിംഗ് വീല് പേര് മറന്നാണ് ഗൈസ്. അപ്പോൾ അപ്പാപ്പനെയൊക്കെ നമ്മൾ നേരത്തെ ഒടിയാക്കിയതാണ്, അവിടെ കിടപ്പുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, സ്കില്ലാണ്, സ്കില്ല്. ഓക്കെ സ്കില്ലാണ് ഇത് അറിയപ്പോൾ ഗൈസ്. ഓക്കെ ഈ വിഷയമുള്ളൊരു കാര്യമില്ല ഗൈസ്. അപ്പം എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1K ആണ് ടാർഗറ്റ്. അപ്പം ഈ ചാനലൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരും ഈ വീഡിയോയിലെല്ലാം കാണണം ഗൈസ്. അപ്പം കഷ്ടപ്പെട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ പോവാം. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യടോ. അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യടോ. സ്റ്റാർട്ട് ചെയ്യാനല്ലേ പറഞ്ഞേ ഗൈസ്. അപ്പൂപ്പൻ അമ്മയ്ക്ക് വിഷമായി. നമ്മളെ കൊലയ്ക്ക് കൊടുക്കാനാണ് 2 ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത്. അപ്പം ബൈ. ഗ്രാനി 3 കാണും ഗൈസ്. അപ്പോൾ ബൈ.